2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അരുൺ എഴുത്തച്ഛന്റെ പുസ്തകമാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. ഈ പുസ്തകം പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലുടനീളം നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെപ്പറ്റിയും അതെങ്ങനെയാണ് ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഒരു കാലത്ത് ഇവിടെ ബുദ്ധമതം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സമയത്ത് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രധാനമായും ദേവദാസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ സമ്പത്ത് കേന്ദ്രീകരിച്ചിരുന്നതും അതുവഴി ബുദ്ധമതത്തിന്റെ വികാസം തടഞ്ഞിരുന്നതും. ഒരു കാലത്ത് ദേവദാസികളുടെ എണ്ണം കണക്കാക്കി ഓരോ ക്ഷേത്രത്തിന്റെയും ശക്തി നിർണ്ണയിച്ചിരുന്ന കാലം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്ന് അരുൺ എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവദാസി സമ്പ്രദായത്തിന്റെ നിരോധനത്തിന് ശേഷം ഈ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. അവരെ ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ബ്രാഹ്മണരായ വ്യക്തികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യമാണ്. ഇവർ ദേവദാസികളായിരുന്ന സമയം തൊട്ട് തന്നെ ഇവരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. അത് പിന്നീട് എന്താ പറയുക, ലൈംഗിക തൊഴിലിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പറയുന്ന സ്ത്രീകളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ദേവദാസികളുണ്ട്, ഇപ്പോഴും ദേവദാസികൾ നിലവിലുണ്ട്. അത് നിലവിലുള്ളത് പലപ്പോഴും ഈ പറയുന്ന ലൈംഗിക തൊഴിൽ എടുക്കാൻ കണക്കാക്കിയുള്ള സ്ഥലങ്ങളിലാണെന്ന് മാത്രമാണ്. അപ്പോൾ ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ സ്ത്രീകൾ എല്ലാ കാലത്തും ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നാണ് അരുൺ എഴുത്തച്ഛൻ പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുസ്തകം വായിക്കാൻ മറക്കണ്ട. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ.